ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ഒരു MG ആണ്. അപ്പോൾ ഈ MG നമ്മൾ സർവീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസ് എന്ന് പറയുന്നത് ഇതിൻ്റെയൊക്കെ 10,000-ലാണ് ഇതിൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഈ വാഹനത്തിൻ്റെ ടയർ പ്രഷർ എങ്ങനെയാണ് റീസെറ്റ് ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ ഇതിപ്പം നമ്മൾ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സർവീസിൻ്റെ ഇൻ്റർവെലൊക്കെ കാണിക്കാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ സെറ്റിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നെക്സ്റ്റ് സർവീസ് എത്രയാണെന്നുള്ളത് കാണിക്കുക. ഇപ്പോൾ 10,000-ആണുള്ളത്. ഇനി അതേമാതിരി തന്നെ ഇവിടെ കാർ എന്നുള്ള ഒരു സ്വിച്ച് കണ്ടല്ലോ, ആ കാർ എന്നുള്ള സ്വിച്ച് പ്രസ് ചെയ്തതിന് ശേഷം നിങ്ങളിങ്ങനെ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം ഏത് ടയറിനാണ് പ്രഷർ കുറവ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ടയർ പ്രഷർ റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റീസെറ്റ് എന്ന് പറയുന്നത് വേറെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. വാഹനത്തിൻ്റെ ഇതേമാതിരി ഈ ടയർ പ്രഷറിൻ്റെ ലോഗോ എവിടെയാണ് വരുന്നത് അവിടെ കൊണ്ടുവെക്കുക. അതിനുശേഷം വാഹനം ഡ്രൈവ് ചെയ്യുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ലേണിംഗ് ആവുന്നതാണ്. അപ്പോൾ അല്ലാതെ വേറെ സ്വിച്ചോ കാര്യങ്ങളോ ഒന്നും ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടില്ല. നോർമലി ചില MGകളിലൊക്കെ നിങ്ങൾക്ക് സെപ്പറേറ്റ് സ്വിച്ച് കാണാം. എന്നാൽ ഈ മോഡൽ വാഹനങ്ങളിൽ ടയർ പ്രഷറിൻ്റെ റീസെറ്റിംഗ് സ്വിച്ച് ഒന്നും കൊടുത്തിട്ടില്ല. നിങ്ങൾ ഡ്രൈവ് ചെയ്താൽ മാത്രം മതി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.